ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പനീർ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീർ നല്ല സ്ക്വയർ ഷേപ്പിൽ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പനീറാണ് നമ്മളിന്ന് ഫ്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അളവ് കുറച്ചെടുത്തിരുന്നാൽ മതി. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചിട്ട് ചേർത്തിരുന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കണം. ടൊമാറ്റോ സോസ് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചെറുതാക്കിയിട്ട് നുറുക്കിയതാണ്, അതിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതോട് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ പനീർ കഷ്ണങ്ങളെടുത്ത് ഈ മസാലയിൽ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ടിട്ട് അങ്ങ് മിക്സ് ആക്കണ്ട കേട്ടോ, ചിലപ്പോൾ പൊടിഞ്ഞു പോകും. കാരണം നമ്മുടെ പനീർ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പനീറാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് പനീർ ഇതൊരിക്കലും കഴിച്ചിട്ടില്ല, ഇഷ്ടപ്പെടുമോ ഞങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പനീറിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, എന്നാലും എനിക്കിഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ശരിക്കും 150 ഗ്രാം പനീറിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ്. ഇപ്പോൾ പനീർ ഉണ്ടാക്കുന്നതല്ല, വാങ്ങിച്ച പനീറാണെന്നുണ്ടെങ്കിൽ 150 ഗ്രാം എടുക്കുമ്പം ഈ ഒരു അളവിലെടുത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് എല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ഒരു 5-10 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ നല്ലതാണ്. സമയമില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ സമയം വെക്കുമ്പോൾ നന്നായിട്ട് പനീറിലേക്ക് പിടിക്കും, അപ്പോൾ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലാണ് കേട്ടോ ബെസ്റ്റ് ഈ ഒരു പനീർ ഫ്രൈ ചെയ്യാനായിട്ട്. അതിലേക്ക് നമുക്ക് പനീറിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തീ ഒരുപാട് കുറച്ച് വെക്കേണ്ട, ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം പനീറിൻ്റെ സോഫ്റ്റ്നെസ് പോകാതിരിക്കണമെങ്കിൽ അങ്ങനെ തന്നെ വേണം. ഒരുപാട് സമയം എണ്ണയിലിട്ട് കഴിഞ്ഞാൽ പനീർ കുറച്ച് കട്ടിയായിപ്പോൾ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് ആ സൈഡായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കാം. അതുമായിട്ടുണ്ട്, നമുക്കിങ്ങനെ പ്ലേറ്റിലേക്ക് എടുക്കാം. നമ്മൾ സെർവ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഒരു പീസിങ് എടുക്കാം. നല്ല സോഫ്റ്റാണ്, എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല സോഫ്റ്റ്നെസ്സോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ മുറിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പനീർ ഉണ്ടാക്കിയ അതേ സോഫ്റ്റ്നെസ് തന്നെയാണ് ഉള്ളത് ഫ്രൈ ചെയ്തിട്ടും. ഒന്ന് കഴിക്കട്ടെ. അടിപൊളി. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു പനീർ ഫ്രൈൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് പനീർ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഡിന്നറിനൊക്കെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീർ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.